ഹെയർ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വളരെ സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്ലാരിറ്റി. അതായത് ഒരു പേഷ്യൻറ്റിന് ഈ പ്രൊസീജിയർ എന്താണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എങ്കിൽ നമ്മൾ പറയും കംപ്ലീറ്റ്ലി ഇത് എങ്ങനെയാണ് ഫ്രോം ദ ബിഗിനിങ് ടു എൻഡ് എങ്ങനെയാണ് ചെയ്യുക, എന്താണ് വരാൻ സാധ്യതയുള്ള, എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത്, റിസൾട്ട് എങ്ങനെയാകാം, എത്ര നാളത്തേക്കായി, ആ ഒരു ടൈം ലൈൻ ടൈം ഫ്രെയിം എങ്ങനെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൺസെന്റ് വാങ്ങിച്ചതിന് ശേഷമേ പകുതി നോളേജ് കൊണ്ട് ഒരിക്കലും നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ പ്രൊസീജിയറിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യില്ല. അത് ആൾക്ക് മനസ്സിലായെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഉറപ്പുവരും. രണ്ടാമത്തെ കാര്യം ട്രാൻസ്പെറൻസി. നമ്മൾ എത്ര ഗ്രാഫ്റ്റ് ആയിരിക്കും കമ്മിറ്റ് ചെയ്തത്, നമ്മളൊരു വലിയ നമ്പർ ഓഫ് ഗ്രാഫ്റ്റ് ഇപ്പോഴും പേഷ്യൻസിന് കമ്മിറ്റ് ചെയ്യാറില്ല. നമ്മൾ ചിലപ്പോൾ ചില പേഷ്യൻസിന് 3000 ഗ്രാഫ്റ്റ് ആയിരിക്കും, 3400 ഗ്രാഫ്റ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 3600 ആയിരിക്കും. പക്ഷെ എത്രയാണോ നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത് ആ ഗ്രാഫ്റ്റുകൾ നമ്മൾ എടുക്കും. ആ ഗ്രാഫ്റ്റുകൾ എടുത്ത് നമ്മളത് ഡിസ്പ്ലേ ചെയ്ത് പേഷ്യൻസിനെ കാണിക്കും. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളത് ട്രാൻസ്പെറൻസിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ലാത്ത കാര്യം. മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഷുഡ് ബി മെഡിക്കലി ഫിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ സർജൻസും ഫുള്ളായിട്ട് മെഡിക്കലി ചെക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൊസീജിയർ. അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ബ്ലഡ് ടെസ്റ്റിൽ മാത്രമല്ല, ഒരു പേഷ്യൻറ്റ് ഹിസ്റ്ററി, മാക്സിമം ഹിസ്റ്ററി എത്ര എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലും ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ഈ ഒരു 3 കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഹെയർ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 കേസാണ് ഞങ്ങളുടെ കൂടുതലായിട്ടുള്ള സക്സസിൻ്റെ ഒരു പാർട്ടായിരിക്കുന്നത്. സോ ഈ ഒരു 3 കേസിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ല.